നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഉപരോധം ഞങ്ങളുടെ രോമത്തിലേറ്റില്ലെന്ന് തുറന്നടിച്ച് പ്രകോപനം തുടരുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇറാൻ മാധ്യമങ്ങളിൽ നിറയുന്നത് ഉപരോധം വെറും ഓലപ്പാമ്പെന്നാണ്. ഇതോടെ ഇറാനെ കടലിൽ പൂട്ടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട് US സെൻട്രൽ കമാൻഡ്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പലിനെ US നാവികസേന തടഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. US നാവികസേനയുടെ USS മൈക്കൽ മർഫി എന്ന യുദ്ധക്കപ്പൽ മോട്ടാർ വെസൽ മോളി എന്ന ചരക്ക് കപ്പലിനെ തടയുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത്. കപ്പലിലെ ജീവനക്കാരെ ബന്ധപ്പെട്ട നാവികർ ഉപരോധത്തിന്റെ കാര്യം അറിയിക്കുകയും മറ്റൊരു തുറമുഖത്തേക്ക് പോകാനായി ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്തുള്ള ഒരു തുറമുഖത്തേക്ക് കപ്പലിനെ അനുഗമിക്കുമെന്ന് അറിയിക്കുകയും തങ്ങളുമായി സഹകരിച്ചതിന് നന്ദി പറയുകയും ചെയ്തു. ഇറാന്റെ തുറമുഖങ്ങളെയും തീരപ്രദേശങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഉപരോധത്തിൽ 10,000-ലധികം സൈനികരും 12-ലധികം യുദ്ധക്കപ്പലുകളും 100-ലധികം വിമാനങ്ങളും പങ്കുചേരുന്നുണ്ടെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പലുകൾ നിലവിൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് പ്രഖ്യാപിച്ച ഹോർമുസ് പ്ലാനിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. ഉപരോധം വിജയകരമായി മുന്നോട്ടു പോകുകയാണെന്നും ഒരു കപ്പൽ പോലും US നാവികസേനയെ മറികടന്നു പോകാൻ ശ്രമിക്കുന്നില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നും മറിച്ച് ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം മാത്രമാണ് തടയുന്നതെന്നും US സേന വ്യക്തമാക്കുന്നു. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഉപരോധം കർശനമായി തുടരുകയാണ്. ആവശ്യമെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഉപരോധം തുടരാൻ തങ്ങൾ സജ്ജമാണെന്ന് US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ നടപടി മേഖലയിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഉപരോധം മറികടന്ന് ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് പുറത്തുപോകാൻ ശ്രമിച്ച 10 കപ്പലുകളെ വന്ന വഴിക്ക് ഓടിച്ചിട്ടുണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. പടക്കപ്പലുകളും പോർ വിമാനങ്ങളും നിരത്തി IRGCയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. US സേന കപ്പലുകളെയോ അതിലെ ജീവനക്കാരെയോ ആക്രമിക്കുന്നില്ല. എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ നിറച്ച കപ്പലുകളാണ് ഇത്. ആക്രമിച്ചാൽ അത് കടലിൽ കലർന്ന് വലിയ നാശം വിതയ്ക്കും. ഉപരോധം മറികടക്കരുത്, അതിന് ശ്രമിച്ചാൽ കപ്പൽ പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പാണ് സൈന്യം ഉയർത്തുന്നത്. ഇറാനെതിരെ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പൂർണ്ണ വിജയമാണെന്ന് ട്രംപ് പ്രതികരിക്കുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്നുള്ളതാണ്, ഇറാനുമായി ബന്ധപ്പെട്ട സമുദ്ര വ്യാപാരം പൂർണ്ണമായി തടയുക എന്നതാണ് ഞങ്ങളുടെ നീക്കത്തിന്റെ ലക്ഷ്യമെന്നും ട്രംപ് പറയുന്നു. നിയന്ത്രണം എത്ര കാലം തുടരുമെന്ന് അറിയാതെ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ. എത്രയും പെട്ടെന്ന് ഈ ഉപരോധമൊന്ന് അവസാനിച്ചു കിട്ടണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അമേരിക്കയുടെ ഉപരോധം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര പാതകൾ തടയുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഇറാന്റെ എണ്ണ വ്യാപാരം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 60 മണിക്കൂറിലധികമായി ഇറാൻ വെട്ടിലായിരിക്കുകയാണ്. കപ്പലുകൾ ഇറാൻ തുറമുഖങ്ങളിലേക്ക് വരാൻ ഭയപ്പെടുന്നു. ഹോർമുസിൽ തങ്ങൾക്കാണ് ആധിപത്യമെന്ന് വാദിച്ച കൂട്ടർ ഇപ്പോൾ അനങ്ങാനാകാത്ത വിധം പെട്ടിരിക്കുന്നു. ഹോർമുസ് പാത അടയ്ക്കുന്നു, മറ്റ് രാജ്യങ്ങളുടെ മേൽ കപ്പം പിരിക്കുന്നു. ഇത്തരത്തിൽ അങ്ങ് ഞെളിഞ്ഞ ഇറാനാണ് ഇപ്പോൾ ഹോർമുസിൽ അടിയേറ്റ് വീണിരിക്കുന്നത്. സ്വന്തം കപ്പലുകൾ പോലും തുറമുഖങ്ങളിൽ നിന്ന് ഒന്ന് ഇറക്കാൻ കഴിയാതെ IRGC വലയുകയാണ്. ഹോർമുസ് ഇറാന്റെ കുത്തകയല്ലെന്ന് ഗൾഫ് രാജ്യങ്ങളും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവർ ഹോർമുസ് വിഷയത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇറാനെ തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നുവെന്ന്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ നീട്ടും എന്ന പ്രതീക്ഷകൾക്ക് വിരാമമിടുകയാണ് വൈറ്റ് ഹൗസ്. ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് US പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കി. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കിയില്ലെങ്കിൽ ചെങ്കടൽ അടച്ചുപൂട്ടുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. ട്രംപ് വെടിനിർത്തൽ നീട്ടാൻ ആലോചിക്കുന്നു എന്ന വാർത്തകൾ നിലവിൽ സത്യമല്ലെന്ന് വൈറ്റ് ഹൗസ് പ്രതികരിക്കുന്നു. ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇറാന്റെ താൽപ്പര്യങ്ങൾക്ക് നല്ലതെന്നും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയുണ്ടെന്നും വൈറ്റ് ഹൗസ് പ്രതികരിക്കുന്നു. എന്നാൽ ഇറാൻ കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള US ഉപരോധം തുടർന്നാൽ ചെങ്കടലിലൂടെയുള്ള ഒരു ചരക്ക് നീക്കവും അനുവദിക്കില്ലെന്ന് ഇറാന്റെ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ അലി അബ്ദുല്ലാഹി മുന്നറിയിപ്പ് നൽകി.
ഒമാൻ കടലിലൂടെയും പേർഷ്യൻ ഗൾഫിലൂടെയും ഒരു ഇറക്കുമതിയും കയറ്റുമതിയും അനുവദിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഉപരോധം തുടങ്ങിയ ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാന്റെ സാമ്പത്തിക വിനിമയങ്ങൾ സ്തംഭിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് US സെൻട്രൽ കമാൻഡ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കിയത്. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിഞ്ഞു വീഴുമെന്നും US സെൻട്രൽ കമാൻഡ് പ്രതികരിക്കുന്നു. ഉപരോധത്തിനിടയിലും തങ്ങളുടെ ഒരു സൂപ്പർ ടാങ്കർ അന്താരാഷ്ട്ര ജലപാതയിലൂടെ കടന്നുപോയതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള ടാങ്കർ ട്രാക്കിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോയതെന്നും ഇറാന്റെ വാദം. അമേരിക്കയുടെ അവകാശവാദങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇറാൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതിനിടെ ഇറാൻ ആയുധങ്ങൾ നൽകുന്നത് ചൈനയാണെന്ന് ട്രംപ് വീണ്ടും ആരോപണം ഉന്നയിക്കുകയാണ്. 2024 ഇറാൻ രഹസ്യമായി വാങ്ങിയ ചൈനീസ് ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് US സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചതെന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതോടെ ചൈനയ്ക്കെതിരെയും US നിലപാട് കടുപ്പിച്ചേക്കും. അതേസമയം ഇസ്രയേലും ലബനനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ലബനൻ ഈ ചർച്ചകളെ ഫലപ്രദം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇസ്രയേലും അമേരിക്കയും ലബനനും ഒരേ പക്ഷത്താണ് എന്ന സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത്. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾക്ക് ഇതൊരു വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നാൽ ലബനൻ സർക്കാരിന് നേരെ വാളെടുത്തിറങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഭീകരർ. കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്ബുള്ള ഭീകരർ ലബനൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇസ്രയേലുമായി ഇനി ചർച്ചകൾ നടത്തരുത് എന്നുള്ളതായിരുന്നു. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നീക്കമാണ് ലബനൻ സർക്കാർ നടത്തുന്നത് എന്നുള്ള വലിയ വിമർശനങ്ങളൊക്കെ അവർ ഉയർത്തിയിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇനിയും ലബനനിലേക്ക് ആക്രമണം നടത്തിയാൽ അതിനെ താങ്ങാനുള്ള ശേഷി ലബനൻ സർക്കാരിനില്ല. ഈ ഒരു ഘട്ടത്തിലാണ് എത്രയും പെട്ടെന്നൊരു സമാധാനത്തിലേക്ക് എത്താൻ ലബനൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇതിനെ അംഗീകരിക്കില്ല എന്ന് ലബനൻ ഭീകര ഗ്രൂപ്പായ ഹിസ്ബുള്ള വാദിക്കുകയാണ്. മറ്റൊരു വശത്ത് ഇറാൻ നിരന്തരം അമേരിക്കയ്ക്ക് നേരെ പ്രകോപനവുമായി രംഗത്ത് വരുന്നു. അതിൻ്റെ അടി ഇറാന് കിട്ടുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. അതിന് പകരമായി ചെങ്കടൽ ആക്രമിക്കുമെന്ന്, ചെങ്കടൽ പൂട്ടിക്കെട്ടുമെന്ന് ഇറാന്റെ വെല്ലുവിളി. ഇത് ലോകത്തെ ബാധിക്കുന്ന വലിയൊരു വിപത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.